എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീഗൻ റെസിപ്പീസ് കുക്കിംഗ് വിത്ത് സുജിയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ആദ്യം ബിരിയാണിക്ക് വേണ്ടത് 2 സവാള നീളത്തിൽ അരിഞ്ഞ് വയ്ക്കുക. പിന്നെ വേണ്ടത് നമുക്ക് 3 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, ചെറിയ കഷ്ണം ഇഞ്ചി. അതിനു മുമ്പായി നമുക്ക് ആദ്യം 2 ഗ്ലാസ് അരി നമുക്ക് ഇതിലേക്ക് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ഗ്ലാസ് അരിയാണ്. 2 ഗ്ലാസ് അരിക്കുള്ള കണക്കാണ് ഞാനിവിടെ പറയുന്നത്. നിങ്ങൾ അതിന് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ബാക്കിയുള്ള സാധനങ്ങളും നിങ്ങൾ കൂട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മലബാർ അരി നന്നായി കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വേഗം അത് സഹായിക്കും. നമുക്ക് അടുത്തതായി ഇവിടെ ഒരു ചെറിയൊരു ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ പേസ്റ്റ് ചെയ്യുക. നമ്മളൊരു ജാറിലിട്ട് നന്നായി പേസ്റ്റ് ചെയ്യുക. അപ്പോൾ പേസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇത്തിരി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ശകലം വെള്ളം ഒഴിച്ച് കൊടുത്ത് പേസ്റ്റ് ആക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ പേസ്റ്റ് റെഡി ആയി കഴിഞ്ഞാൽ ഇനി അടുത്തതായി നമുക്ക് സ്റ്റൗ കത്തിച്ച് നമുക്കൊരു കടായി വയ്ക്കുക. നമുക്ക് ഇവിടെ ചീനച്ചട്ടിയാണ് നമ്മുടെ പാലക്കാടൻ ഭാഷയ്ക്ക് പറഞ്ഞ ചീനച്ചട്ടി. നിങ്ങളുടെ കടായി എന്ത് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നെയ്യ് എടുക്കുക. നെയ്യ് ഞാനിവിടെ ബിരിയാണി കിറ്റിൽ നിന്ന് കിട്ടിയ നെയ്യാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ആവശ്യാനുസരണം നെയ്യ് ഉപയോഗിക്കുക. അപ്പോൾ ആ കിറ്റിൽ നിന്ന് കിട്ടിയ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൊണ്ടാണ് നമ്മളിവിടെ ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂടുതലോ കുറവോ എങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ ജസ്റ്റ് ഇതൊരു ഡെക്കറേറ്റീവിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കേട്ടോ. അപ്പോൾ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും വഴറ്റി വന്നിട്ടുണ്ട്. ബാക്കി വന്ന നെയ്യിൽ നമ്മൾ ശകലം ഓയിൽ ചേർത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി നമുക്ക് അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് വറുത്തെടുക്കാം. അതിനായിട്ട് കുറച്ച് ഓയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓയിലാണ് ഇവിടെ ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ചൂടായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഏകദേശം ഈ പരുവാകുന്ന സമയത്ത് നമുക്കത് വാർത്ത് വെക്കാം. ശേഷം നമ്മളൊരു പാത്രം, ബിരിയാണി വെക്കാൻ ഉപയോഗിക്കുന്ന പാത്രം നമ്മളൊരു ചെറിയ 2 ഗ്ലാസ് അരിക്ക് വേവാൻ പറ്റിയ പാകത്തിനുള്ള പാത്രമാണ്. നിങ്ങൾ എത്രയാണോ ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള പാത്രം. അപ്പോൾ നമ്മുടെ ഈ സവാള പൊരിച്ച എണ്ണ, ബാക്കി വന്ന എണ്ണ നമ്മൾ റൈസിൽ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ നമ്മുടെ റൈസിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഡാൽഡ നമുക്ക് ഇപ്പോൾ ഇവിടെ 2 ടീസ്പൂണാണ് നമ്മൾ എടുക്കുന്നത്. 2 ടീസ്പൂൺ. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡാൽഡയിലും ചെയ്യാം. അപ്പോൾ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ വെജിറ്റബിൾസ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു ഉരുളൻകിഴങ്ങ് അരിഞ്ഞത്, പിന്നെ ഒരു ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, പിന്നെ 2 തക്കാളി, അരമുറി ക്യാപ്സിക്കം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് 2 കഷ്ണം പട്ട, 3 ഏലക്ക, ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം എന്നിവ ചേർക്കുക. അതിനുശേഷം ഈ പേസ്റ്റ് എണ്ണയിലോട്ട് ചേർക്കുക. അതിനുശേഷം കറിവേപ്പില ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ആ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക. നന്നായി പച്ചമണം മാറുന്നവരെ നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, ബീട്രൂട്ട്, ഞാനിപ്പോൾ ഇവിടെ 3 പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കോളിഫ്ലവർ, ഗ്രീൻ പീസ് എന്ത് വേണമെങ്കിലും ഇതിൽ ആഡ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ തൽക്കാലം ഈ 3 മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ തക്കാളിയും ഈ ക്യാപ്സിക്കവും ഇപ്പോൾ ഇതിൻ്റെ കൂടെ ഇടുന്നില്ല. നമ്മൾ ഇപ്പോൾ ഇട്ട പച്ചക്കറി നന്നായിട്ട് മസാല പിടിക്കുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു ഏകദേശ പരിവാകുമ്പോൾ നമുക്ക് തക്കാളിയും ക്യാപ്സിക്കവും അതിലോട്ട് ചേർക്കാം. അപ്പോൾ നമ്മൾ ഇതൊരു 2 മിനിറ്റ് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക.
ഹൈ ഫ്ലെയിമിൽ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1.5 ടീസ്പൂണാണ് ഉപ്പ് ചേർക്കുന്നത്. നിങ്ങളുടെ ആവശ്യത്തിന് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ ഗരം മസാല, നമ്മുടെ മസാല നമ്മുടെ ഈ വെജിറ്റബിൾസും നമ്മുടെ ബിരിയാണി അരിയിലും പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വാർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലോട്ട് ഇടുക. നമ്മൾ മുന്നേ കുതിർത്താൻ വെച്ചിരിക്കുന്ന അരി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വേവാൻ ഇത് സഹായിക്കും. അപ്പോൾ നമ്മുടെ ഈ എടുത്ത് വെച്ചിരിക്കുന്ന അരി ചേർക്കുക. തുടർന്ന് നമ്മുടെ മസാല ഇതിൽ പിടിക്കുന്ന പോലെ ഒരു ചെറുതായിട്ടൊന്ന് ഇളക്കി, മസാല അരിയിൽ പിടിക്കുന്ന പാകത്തിന് ജസ്റ്റ് ഒന്ന് ഇളക്കുക. കൂടുതൽ നേരം ഇളക്കരുത്, കാരണം അരി പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. തുടർന്ന് 1 മുറി നാരങ്ങ നീര് അതിൽ ചേർക്കുക. നാരങ്ങ ചേർത്തതിന് ശേഷം 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്ന റേഷ്യോയിൽ നമ്മൾ വെള്ളം ചേർക്കുക. അതിനുശേഷം ഉപ്പ് നിങ്ങളുടെ ആവശ്യാനുസരണം ചേർത്ത് നമ്മൾ മൂടി വയ്ക്കുക. നമ്മുടെ ബിരിയാണി വെള്ളം വറ്റുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നമ്മൾ തീ കത്തിക്കുക. അതിനുശേഷം നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മല്ലിയില, അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത് വെച്ച നമ്മുടെ സവാള എന്നിവയും ചേർത്ത്, കൂടെ നെയ്യ്, ബിരിയാണി മണത്തിനാവശ്യമായ എസൻസ്, ഇവിടെ പൈനാപ്പിൾ എസൻസ് ആണ് ചേർത്തിരിക്കുന്നത്, ചേർത്ത് ഒരു 15 മിനിറ്റോളം വീണ്ടും എയർ പോകാത്ത രീതിയിൽ അടച്ചു വയ്ക്കുക. ഹായ്, നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇവിടെ. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ട്. നിങ്ങൾ എന്താണെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിത് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ബിരിയാണിക്കൊപ്പം അച്ചാറും സലാഡും ആണ്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.